ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. കോഴിക്കോടിന്റെ മത്സരം ഉണ്ടായിരുന്നു. കോഴിക്കോട് കൊല്ലത്തെ 6-2 തോൽപ്പിച്ചു. അതിന്റെ പ്രത്യേകത സുബ്രതോ കപ്പിൽ അന്ന് കേരളത്തിന് വലിയ വിജയം നേടിയ താരങ്ങളുടെ 8 പേർ കോഴിക്കോടിന്റെ നിരയിലുണ്ട്. നമുക്ക് വലിയ സന്തോഷമുള്ള മീഡിയ വണ്ണിന് കുടുംബത്തിന് വലിയ സന്തോഷമുള്ള ഒരു കാര്യം, അതിൽ ഇരട്ട സഹോദരങ്ങളായ സഫുവും വസുവും കളിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സീനിയർ ന്യൂസ് എഡിറ്റർ ഷിത ജഗത്തിന്റെ മക്കളാണ്. അപ്പൊ അവരെല്ലാം ഉൾപ്പെട്ട കോഴിക്കോടൻ ടീമിനെ ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പുകളായ കാലിക്കറ്റ് ടീം, കോഴിക്കോട് ടീം ഇക്കുറി കപ്പിൽ നോട്ടമിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ആദ്യ മത്സരം കൊല്ലവുമായിരുന്നു. 6-2 എന്ന ഒരു വലിയ വിജയം നേടിയാണ് ടീം നിൽക്കുന്നത്. ഈ ടീമിലേക്ക് ഞങ്ങൾ വരാൻ 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന് ആദ്യം കോച്ചിലേക്ക് പോകാം, ഞാൻ പ്രത്യേകതകൾ പറയാം. കോച്ച് അഫ്സൽ ആൻഡ് രൂപ്നാഥ്. അഫ്സൽ സാർ, എന്താണ് ഒരു മത്സരത്തിൻ്റെ ഒരു മത്സരം? ടീം നന്നായി കളിച്ചു. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാത്തൊരു പ്രോബ്ലം ചെറുതായിട്ടുണ്ട് ടീമിൽ, എന്നാലും മോശമില്ല. നമ്മൾ ഇന്നലെ 10 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഫസ്റ്റ് മാച്ച് അതിന് പറഞ്ഞിരുന്നു, അപ്പോൾ നേരത്തെ വന്ന് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, എന്നാലും ടീം നന്നായി കളിച്ചു. ടോട്ടലി അടുത്ത മാച്ചിൽ ഒന്നും കൂടി നമ്മൾ ഫൈറ്റ് ചെയ്യും. മഴയൊന്നും പ്രശ്നം ഉണ്ടായില്ല? മഴ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കുട്ടികൾ കളിച്ചിട്ടുണ്ട് നന്നായിട്ട്. കുറച്ചും കൂടി ഒരു കോമ്പിനേഷൻ വരാനുണ്ട്. അത് നെക്സ്റ്റ് മാച്ചിൽ നമ്മൾ ക്ലിയർ ചെയ്യും. സുബ്രതോ കപ്പിൽ വലിയ തിളക്കമാർന്ന വിജയം നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന ടീമിലെ 8 പേര് അല്ലേ, 8 പേര് ഈ കൂട്ടത്തിലുണ്ട്. നമ്മളെ ക്യാപ്റ്റൻ അവിടെ പോയി. യെസ്, ക്യാപ്റ്റൻ ജാസിം അല്ലേ? യെസ്, ജാസിം എങ്ങനെയുണ്ട്? അതെ, വളരെ സന്തോഷം. നമ്മൾ കോച്ച് പറഞ്ഞ മാതിരി നമ്മൾ ട്രാവലിങ്ങിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റ് മാച്ചിൽ നമ്മൾ ക്ലിയർ ചെയ്യും. ഇനി അടുത്ത മാച്ചിൽ നമ്മൾ ഇമ്പ്രൂവ് ആയി വരും. പേര് രോഹിൻ. അവിടെയാണോ ഇവിടെയാണോ കടുപ്പം? അവിടെയാണ് സ്വാഭാവികമായിട്ട് നാഷണൽസ് ആണ് കടുപ്പം. പക്ഷേ ഇത് നമുക്ക് ഈസി ആക്കാൻ പറ്റില്ല. എല്ലാ ടീമിനും അതിൻ്റെതായ സീരിയസിൽ എടുക്കണം. ഈസി ആയിട്ട് നമ്മൾ കാണുന്നേ ഇല്ല. ആരെയും കാണുന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കപ്പുമായിട്ട് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് തിരിച്ചു വരാം നമ്മൾ. പക്ഷേ ഇങ്ങനെ ഇവരെല്ലാവരും കാണുമ്പോഴേ ഇവരെ രണ്ടാളെയും ശ്രദ്ധിച്ചാൽ ഇത് ആരാണെന്ന് നമുക്ക് മനസ്സിലായത് ഒരു ട്വിൻസാണ്. പക്ഷെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് മീഡിയ വണ്ണിന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളാണ്. ഞങ്ങളുടെ സീനിയർ ന്യൂസ് എഡിറ്റർ ഷിത ജഗത്തിൻ്റെ 2 മക്കളാണ്, ഷാവേസ്, സഫ്തർ. പേരൊക്കെ ഞങ്ങളെടുത്ത് വിട്ടു. വസു, സഫു. വസു. ഓക്കെ, വസു ഡിഫൻസിലായിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല കളിയാണ്. ടീം നല്ലോണം കളിച്ചു. സഫു ഈ വിങ്ങിലല്ലേ കളിച്ചിരുന്നത് അല്ലേ? ലെഫ്റ്റ് വിങ്ങിൽ മുന്നിലായിരുന്നു, മധ്യനിരയിലായിരുന്നു അല്ലേ? വിങ്ങറാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം കളിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ മിസ്റ്റേക്കേ ഉള്ളൂ, അത് റെഡിയാക്കി അടുത്ത കളിയാകുമ്പോൾ സെറ്റ് ആക്കും. ബസ്സിനടുത്ത് പാസ്സൊക്കെ കിട്ടിയ? ഇല്ല. പാസ് കൊടുക്കാൻ ചിട്ടാണോ? പരിശീലനം ഇവർ 2 ആൾ ഒരുമിച്ചാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. 2 പേര്, അതായത് ഷിത ജഗത്തേട്ടൻ ദേശാമനിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. അച്ഛനുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ ഇവിടെ. സന്തോഷമായോ? നല്ല സന്തോഷമായി. അമ്മ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, സ്കോർ എന്തായിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ എപ്പോഴും കളീനെ കുറിച്ച് അന്വേഷിക്കും, എല്ലാ കളി കഴിഞ്ഞാലും. അമ്മയും അച്ഛനും തരുന്ന ഒരു പിന്തുണ എത്രത്തോളം? നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എത്താൻ. നല്ല സപ്പോർട്ട് ഉണ്ട് വീട്ടുകാരുടെ അടുത്തുനിന്നും അച്ഛമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ അടുത്തുനിന്നൊക്കെ. മാത്രമല്ല കേട്ടോ, ഷിതേച്ചി ഷിത ജഗത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിന് കൂടി വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളാണ്. ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയി, വയനാട്ടിലെ നാൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഡൈവ് ചെയ്ത് ഫീൽഡൊക്കെ ചെയ്ത്, അതൊക്കെ പടമൊക്കെ കണ്ടിരുന്നല്ലോ. ഫുട്ബോൾ ഇടക്ക് കളിക്കാൻ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാ കേട്ടോ. നിങ്ങളിങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ കാലിക്കറ്റ് ടീം കേട്ടത്. ഈ കാണുന്ന പടയാണ്. അപ്പം പറഞ്ഞതുപോലെ സുബ്രതോ കപ്പിൽ വിറപ്പിച്ച് വന്നിരിക്കുന്ന 8 പേരുണ്ട്. എതിരാളികളെ നിങ്ങൾ കാത്തിരുന്നോളൂ. അങ്ങനെ പെട്ടെന്നൊന്നും കീഴടങ്ങാൻ കാലിക്കറ്റ് തയ്യാറല്ല. കഴിഞ്ഞ തവണ കിട്ടാതെ പോയ കപ്പ്, അതിലാണ് നമ്മുടെ നോട്ടം. അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ വൺ.